നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. ഇന്ന് രാത്രിയിലും ദൈവകൃപയാൽ സ്പിരിച്വൽ സിംഗേഴ്സ് ഗാനങ്ങൾ ആലപിക്കുന്നതായിരിക്കും. ഇന്നത്തെ ഗാന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് PT ശാമുവേൽ സഹോദരൻ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അളവറ്റ കൃപ ഇന്ന് രാത്രിയിലും നമുക്ക് ലഭിക്കേണ്ടതിന് നമുക്ക് ദൈവത്തിൻ്റെ മുമ്പാകെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. പ്രിയ സഹോദരനെ പ്രാർത്ഥനയ്ക്കായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായി നന്ദിയോടുകൂടെ ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും അവിടുത്തെ സന്നിധാനത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കിയതിനായി സ്തോത്രം. കർത്താവെ, ഇവിടെ നടക്കുന്ന കൺവെൻഷനോടുള്ള ബന്ധത്തിൽ കർത്താവെ അവസാന രാത്രിയിലേക്ക് ഞങ്ങളെ കൂട്ടിവരുത്തിയത് ഓർത്ത് അവിടുത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 3 രാത്രികളിൽ കർത്താവിൻ്റെ വചനം പ്രസ്താവിപ്പാൻ, ഈ പ്രദേശത്തോട് കർത്താവിൻ്റെ വചനം അറിയിക്കുവാൻ കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം. അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളെയും കർത്താവ് നൽകി തന്നു. കർത്താവിൻ്റെ വചനം പറയുവാൻ അവിടുത്തെ ദാസന്മാരെ ഒരുക്കി. ഇന്ന് രാത്രിയിലും അതിനായി കർത്താവെ ഞങ്ങൾക്ക് അവിടുന്ന് സാഹചര്യങ്ങളെ ഒരുക്കി തന്നതിനായി സ്തോത്രം. ഇപ്പോൾ ഗാന ശുശ്രൂഷ ആരംഭിക്കുകയാണ്. കർത്താവ് സഹായിക്കണം. ഗാനം ആലപിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് കർത്താവിൻ്റെ കൃപ ലഭിച്ച് കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ കർത്താവ് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വേണ്ടുന്ന എല്ലാ കൃപകളാലും അവരെ നിറയ്ക്കണമേ. കേൾക്കുന്നവരും കർത്താവിനെ ഒരുമിച്ച് സ്തുതിക്കുവാൻ കർത്താവ് സഹായിക്കണമേ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളെ അനുഗ്രഹിക്കണമേ. വചന ശുശ്രൂഷയെ അനുഗ്രഹിക്കണമേ. കേൾവിക്കാരെയൊക്കെയും തക്ക സമയത്ത് കൂട്ടി വരുത്തണമേ. എല്ലാവരും കടന്നു വന്ന് ഇന്ന് രാത്രിയിലും കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവെ, ചില പാപികൾ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ വചനം അനുസരിച്ച് സഭയോട് ചേരുവാൻ ഈ രാത്രിയിലും അവിടുന്ന് ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും ഞങ്ങൾക്കായി ജീവനെ തന്ന കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം നല്ല പിതാവേ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന എല്ലാ നന്മകൾക്കും നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിട്ട് ആയിരിക്കണം. മാനുഷികമായിട്ടുള്ള നിലയിലാണെങ്കിലും ആരെങ്കിലും നമുക്കൊരു ഉപകാരം ചെയ്താൽ താങ്ക് യു, നന്ദി എന്നൊരു വാചകം പറയുന്നത് ഇന്ന് കേരളീയ ജനതയ്ക്ക് ഒരു അന്യം നിന്നു പോയിരിക്കുന്ന ഒരു വസ്തുതയാണ്. എന്നാൽ പാശ്ചാത്യ നാടുകളിൽ അവർക്ക് ഒരു നന്ദി പറയുന്നത്, താങ്ക്സ് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട കാര്യമാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്നാണ്. നമ്മൾ തിരുവചനത്തിലേക്ക് നോക്കിയാണെങ്കിൽ എന്തെല്ലാം നന്മകളാണ്, എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വലിയവനായ ദൈവം ചെയ്തിരിക്കുന്നത്. തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി തന്നു. തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണ്ടി നൽകി തന്നു. രക്ഷയെ നമുക്ക് ദാനമായിട്ട് തന്നു. എന്തിനേറെ പറയണം, അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, കഷ്ടമനുഭവിക്കുവാനും നമുക്ക് വരം നൽകപ്പെട്ടിരിക്കുകയാണ്. ദൈവം തരുന്ന എന്തിനും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിട്ട് തിരുവചനം ദൈവം നമുക്ക് നൽകി തന്നിട്ടുണ്ട്. ഒരു സ്തോത്രഗാനത്തോടുകൂടെ നമുക്ക് ഇന്നത്തെ ഗാന ശുശ്രൂഷ നമുക്ക് ആരംഭിക്കാം. തിരുമകനെ തന്ന പരമപിതാവിനെ പാടി സ്തുതിച്ചുകൊണ്ട് ഇന്നത്തെ ഗാന ശുശ്രൂഷ ആരംഭിക്കുന്നു. പരമപിതാവിനെ പാടി സ്തുതിക്കാം എന്നാരംഭിക്കുന്ന ഗാനം. പിതാവിനെ പാടി സ്തുതിക്കാം. തിരുമകനെ തന്ന സ്നേഹത്തെ ഓർക്കാം. പരിപാവന പാദത്തിൽ വീണു
പരിശുദ്ധാത്മാവിനും സ്തോത്രം സ്തോത്രം ഇന്നും എന്നേക്കും സ്തോത്രം സ്തോത്രം പരമപിതാവിനെ പാടി സ്തുതിക്കാം. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നയിക്കുന്ന ക്രിസ്തീയ ജീവിതം അത് എത്രയോ അനുഗ്രഹകരമാണ്, എത്രയോ നല്ല ഒരു ക്രിസ്തീയ ജീവിതമാണ്. ഒരു ക്ലാസ്സിൽ അനേക കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ അല്പം മന്ദബുദ്ധിയായ ഒരു കുഞ്ഞുണ്ടായിരുന്നു. അവന്റെ പ്രത്യേകത അവൻ പഠിക്കത്തില്ലെന്ന് മാത്രമല്ല, മറ്റു കുഞ്ഞുങ്ങളെ കൂടെ പഠിക്കാൻ അവൻ അനുവദിക്കത്തില്ല. അവൻ വളരെ കുസൃതിയായിരുന്നു. സ്കൂളില് അവന്റെ ടീച്ചേഴ്സ് എല്ലാം പൊറുതിമുട്ടി ഇവനെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക. ആ സ്കൂളിലെ ടീച്ചേഴ്സും ഹെഡ് മാസ്റ്ററും എല്ലാവരുടെ വിചാരിച്ചു ഇവനെ ഈ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടാമെന്ന്. ഒരിക്കൽ ഒരു കത്ത് അവന്റെ ഹെഡ് മാസ്റ്റർ ഇവന്റെ കയ്യിൽ കൊടുത്തു വിട്ടിട്ട് പറഞ്ഞു, ഇത് നീ വീട്ടിൽ കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അവൻ വളരെ സന്തോഷത്തോടുകൂടെ ആ കത്ത് അന്ന് വൈകിട്ട് സ്കൂളിൽ നിന്ന് ചെന്നപ്പോൾ വീട്ടിൽ ചെന്ന് അമ്മയുടെ കയ്യിൽ കൊടുത്തു. അമ്മ വളരെ വേഗം ആ കത്ത് തുറന്നു വായിച്ചപ്പോൾ ഇങ്ങനെയാണ്: നിങ്ങളുടെ മകനെ ഈ സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് പറ്റത്തില്ല. ഈ സ്കൂളിൽ നിന്ന് നിങ്ങളുടെ മകനെ ഡീബാർ ചെയ്തിരിക്കുന്നു, പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന കത്തായിരുന്നു. അവൻ ഇതൊന്നും അറിയത്തില്ല. അവൻ വളരെ സന്തോഷത്തോടെ തുള്ളിച്ചാടി നടക്കുകയാണ്. എന്നാൽ ഈ അമ്മയ്ക്ക് വളരെ വിഷമം തോന്നി. എന്നാൽ ഈ അമ്മ ഇവനെ വിഷമിപ്പിക്കാതെ, ഇതൊന്നും അറിയിക്കാതെ അവൻ ആവശ്യമായിട്ടുള്ള ആശ്വാസ വചനങ്ങളും കൈത്താങ്ങലും ഒക്കെ കൊടുത്ത് അവന് വേണ്ടുന്ന ഉപദേശങ്ങളൊക്കെ അവന് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു. അവൻ ക്രിയേറ്റീവായിരുന്നു. അവൻ വീട്ടിൽ പല കാര്യങ്ങളും ചെയ്യാൻ വളരെ മിടുക്കനായിരുന്നു. അവൻ അങ്ങനെ ചില പരീക്ഷണങ്ങളും അതും ഇതുമൊക്കെ ചെയ്തു. ഈ കുഞ്ഞ് വളർന്നു വലുതായി വൃദ്ധനായി. ഈ പയ്യനായിരുന്ന ആ തോമസ് എന്ന് പറയുന്ന ആ കുട്ടി മരിച്ചപ്പോൾ അമേരിക്കയിലുള്ള എല്ലാ ബിൽഡിങ്ങിലെയും ഇലക്ട്രിക് ബൾബുകൾ 1 മിനിറ്റ് നേരത്തേന് അണച്ച് അവനോടുള്ള ആദര സൂചകമായിട്ട് അങ്ങനെ ചെയ്യുകയുണ്ടായി. ആ പിഞ്ചു പയ്യനായിരുന്നു, ആ മന്ദബുദ്ധിയായ ബാലനായിരുന്നു സർ തോമസ് അൽവ എഡിസൺ. അവനാണ് ബൾബ് കണ്ടുപിടിച്ചത്. അവൻ ഒരുപക്ഷെങ്കിൽ ഈ ലോകത്തിൽ എല്ലാം പ്രതികൂലമായിരുന്നു. ആരും അവനെ ആശ്വസിപ്പിക്കാനില്ലായിരുന്നു. അവനോട് സംസാരിക്കുന്നവരെല്ലാം അവനെ തളർത്തുന്ന വാക്കുകളായിരുന്നു. എന്നാൽ അവന്റെ മാതാവിന്റെ ആശ്വാസവും ആ മാതാവിന്റെ കൈത്താങ്ങലും അവനെ പിടിച്ചു നിർത്തുവാനായിട്ട്, അവനെ ഒരു വലിയ മനുഷ്യനായിട്ട് ഉയർത്തുവാനായിട്ട് ഇടയായി തീർന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും നമ്മളുടെ സ്നേഹിതന്മാരെന്ന് കരുതുന്നവർ പോലും ഒരു പക്ഷെങ്കിൽ നമ്മൾക്കെതിരായിട്ട് തീർന്നേക്കാം. നമ്മളെ ശുശ്രൂഷയിൽ നമ്മളെ തളർത്തിക്കളഞ്ഞേക്കാം. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. നമ്മളെ ആശ്വസിപ്പിക്കുവാൻ, നമ്മൾക്ക് കൈത്താങ്ങൽ തന്ന് നമ്മളെ കൊണ്ടുപോകുവാൻ. ഭക്തനായ ജോർജ് പീറ്റർ സഹോദരന്റെ ജീവിതത്തിൽ അനേക സ്നേഹിതന്മാർ തനിക്കെതിരായി തീർന്നപ്പോൾ താൻ കുറിച്ചിട്ട വരികളാണ്: ബഹുവിധം എതിരുകൾ വളരുമീ നാളിൽ, ബലഹീനനാം ഞാൻ തളർന്നു പോകാതെ, ബലമെഴും കരത്താൽ താങ്ങണമെന്നെ, ബഹുലമാം കൃപയാൽ നടത്തണം നാഥ, തിരുകൃപ തന്ന് എന്നെ നടത്തണം എന്നുള്ള ഗാനം. ആ ഗാനം പാടുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയം ഒന്ന് പ്രത്യാശയോടെ, ധൈര്യത്തോടെ നമുക്കൊന്നുറച്ച് കർത്താവിന്റെ വേലയിൽ നമുക്ക് മുന്നോട്ട് പോകാം. തിരുകൃപ തന്നു എന്നാരംഭിക്കുന്ന ഗാനം. തിരുകൃപ തന്നു നടത്തണമെന്നേ, തിരുഹിതം പോലെ നാഥ, തിരുഹിതം പോലെ നാഥ. തിരുകൃപ
തന്നു നടത്തണമെന്നേ തിരുഹിതം പോലെ നാഥ, തിരുഹിതം പോലെ ബഹുവിധമെതിരുകൾ വളരുമി നാളിൽ ബലഹീനനാം ഞാൻ തളർന്നു പോകാതെ. ബഹുവിധമെതിരുകൾ വളരുമി നാളിൽ ബലഹീനനാം ഞാൻ തളർന്നു പോകാതെ. ബലമിടും കരത്താൽ താങ്ങണമെന്നേ തിരുകൃപതന്നു നടത്തണമെന്നേ തിരുഹിതം പോലെ നാഥ, തിരുഹിതം പോലെ പഴയ മനുഷ്യനെ ഒരിഞ്ഞു ഞാൻ കളഞ്ഞ് പുതിയ മനുഷ്യനെ ഉള്ളിൽ നരണിഞ്ഞ്. പഴയ മനുഷ്യനെ ഒരിഞ്ഞു ഞാൻ കളഞ്ഞ് പുതിയ മനുഷ്യനെ ഉള്ളിൽ നരണിഞ്ഞ്. ഉயிருള്ള നാൾ വരെയും ഉലകിന്റെ വഴിയിൽ
തിരുകൃപ തന്ന് നമ്മളെ നടത്തുന്ന ആ താതന്റെ കരങ്ങളിൽ നമ്മളായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എത്രയോ അനുഗ്രഹകരമാണ്. ഇവിടെ പാട്ടുകൾ പാടുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന സഹോദരി സഹോദരന്മാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ഓർപ്പിച്ചതുപോലെ തന്നെ ചെമ്മന്തൂർ സ്ഥലസഭയിലെ സഹോദരി സഹോദരന്മാരാണ്. കീബോർഡ് വായിക്കുന്ന ചെറി, തബല വായിക്കുന്ന പ്രിയ മോനി സഹോദരൻ, പാടുന്ന പ്രിയപ്പെട്ടവർ ഡെന്നീസ്, അക്സ ബാബു, ചിന്നു, ഫേബ, അക്സ സാം. ഈ സഹോദരി സഹോദരന്മാരെ വരുന്ന നാളുകളിലും നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണം. ഞങ്ങൾ ആരും തന്നെ വലിയ കഴിവുള്ളവരൊന്നുമല്ല, എങ്കിലും ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവനാമ മഹത്വത്തിനു വേണ്ടി പാടുന്നു. അനേക പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഇങ്ങനെ ഈ നിലയിൽ ഒരു കൊയർ ഇവിടെ നിന്ന് പാടുവാനായിട്ട് ഇടയായി തീരുന്നത്. GLSന്റെ ബുക്ക് സ്റ്റോളിൽ എൻ്റെ പ്രിയൻ എന്ന ഒരു CD 70 രൂപയാണ് അതിന്റെ വില. എന്നാൽ ഈ കൺവെൻഷനോടനുബന്ധിച്ച് അത് 50 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സുവിശേഷൻ മാസികയുടെ വരിസംഖ്യ അടയ്ക്കാനുള്ളവർക്ക് അതിനുള്ള സൗകര്യവും നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട്. ഈ ഡിസംബർ മാസം എന്ന് പറയുന്നത് ലോക ജനത ഒന്നടങ്കം കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനം ആഘോഷിക്കുന്ന ഒരു മാസമാണ്. ഡിസംബർ 25 എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള ആളുകൾ അവധി ദിവസം ആഘോഷിക്കുകയാണ്. ലോകത്തിലുള്ള എല്ലാ കലണ്ടറുകളിലും ചുമന്ന മഷി കൊണ്ട് ഒരടയാളം ഉണ്ടെങ്കിൽ, എല്ലാ കലണ്ടറുകളിലും ഒരേപോലെ ഉണ്ടെങ്കിൽ അത് ഡിസംബർ 25ആണ്. അത് എന്താണ് വെളിവാക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചത് ഒരു ചരിത്ര വസ്തുതയാണ്. എന്നാൽ ഡിസംബർ 25നാണോ എന്നുള്ളത് സംശയം തന്നെയാണ്. എന്നിരുന്നാലും കർത്താവായ യേശുക്രിസ്തു ജനിച്ചു എന്നുള്ളത് അത് ചരിത്ര വസ്തുത തന്നെയാണ്. അനേക പുൽക്കൂടുകളിൽ അനേക ഉണ്ണീശോ ജനിച്ചാലും അവിടുന്ന് എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ജനിക്കുന്നില്ല എങ്കിൽ നമുക്ക് ഒരു പ്രയോജനവുമില്ല. കർത്താവായ യേശുക്രിസ്തു നമ്മളുടെ ഹൃദയത്തിൽ ജനിക്കണം. ഈ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ അംഗീകരിക്കണം. അപ്പോഴാണ് വാസ്തവത്തിൽ ഒരു ക്രിസ്തുമസ് എന്ന് പറയുന്നത്. അടുത്തൊരു ഗാനം നമുക്ക് കേൾക്കാം. ആംഗലേയ ഭാഷയിലും മലയാളത്തിലും ഗാനം നമുക്ക് കേൾക്കാം. ദൈവത്തിൻ പുത്രനാം യേശു ഭൂജാതനായി, സ്നേഹിപ്പാൻ ക്ഷമിപ്പാൻ സൗഖ്യം നൽകിയിടുവാൻ, ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനായി, ഇന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാൻ. ഈ ലോകത്തിലേക്ക് അനേക മഹാന്മാർ അവതരിച്ചിട്ടുണ്ട്, ജനിച്ചിട്ടുണ്ട്, ജീവിച്ചിട്ടുണ്ട്. എന്നാൽ അവരാരും മരണത്തിന് ശേഷം പിന്നെ ജീവിക്കുന്നില്ല. എന്നാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു മാത്രം മരണത്തെ ജയിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ആ കർത്താവിനെ പ്രകീർത്തിക്കുന്ന ഒരു ഗാനം ദൈവത്തിൻ പുത്രനാം യേശു ഭൂജാതനായി എന്നാരംഭിക്കുന്നു. ദൈവത്തിൻ പുത്രനാം യേശു ഭൂജാതനാം, സ്നേഹിപ്പാൻ ക്ഷമിപ്പാൻ സൗഖ്യം നൽകിയിടുവാൻ, ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനാ, ഇന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാ. താൻ വാഴുകയാ ആകുലമില്ല നാളെയെന്ന്, വിധിയില്ല ഭാവിയെല്ലാം കയ്യിലെന്നോർത്താൻ, എത്ര ധന്യമേയിലോ ജീവിതം. താൻ വാഴുകയാ ആകുലമില്ല നാളെയെന്ന്, വിധിയില്ല ഭാവിയെല്ലാം കൈ
ശരണനല്ല ഞാൻ, അവകാശിയാണു ഞാൻ, പരദേശിയാണു ഞാൻ. അത്യുന്നതൻ തൻ തിരുമാറിൽ നിത്യവും ചാരിടും ഞാനിന്നും മോദമാ. ആണ്ടാഴ്കയാ ആകുലമില്ല നാളെയെന്ന് വിധിയില്ല. ഭാവിയെല്ലാം കയ്യിലും എത്ര ധന്യമേയില്ലോ ജീവിതം. സമ്പൂർണമല്ലോ ദോഷമായൊന്നും പാദം ചെയ്തില്ലല്ലോ. താൻ വാഴുകയാ ആകുലമില്ല നാളെയെന്ന് വിധിയില്ല. ഭാവിയെല്ലാം കയ്യിലും എത്ര ധന്യമേയില്ലോ ജീവിതം. They call him Jesus. He came to love, heal and forgive. He lived and died to buy my pardon. He lived in grave, my Savior lives. Because he lives, I can face tomorrow. Because he lives, all fear is gone. Because I know he holds the future, and life is worth the living just because he lives. Newborn baby and feel the proud and joy within, but greatest joy, the calm assurance this child can face uncertain days because he lives. Because he lives, I can face tomorrow. Because he lives, all fear is gone. Because I know he holds the future, and life is worth the living just because he lives. And life is worth the living just because he lives. And life is worth the living just because he lives.
നമ്മുടെ കർത്താവ് ജീവിക്കുന്നത് കൊണ്ട് നമ്മളും ജീവിക്കുന്നു. ഒരിക്കൽ പെന്തക്കോസ്ത് വിഭാഗത്തിലുള്ള സുവിശേഷ പ്രസംഗകനായ ഒരു ദൈവദാസൻ തന്റെ പ്രസംഗമധ്യേ താന് ഒരു പാട്ട് പാടാനായിട്ട് ആഗ്രഹിച്ചു. അദ്ദേഹം പറഞ്ഞു, നമുക്ക് സാറിന്റെ ഒരു പാട്ട് പാടാം എന്ന് പറഞ്ഞു. അപ്പോൾ മുമ്പിലിരുന്ന ഓഡിയൻസിൽ നിന്ന് ചിലർ ചോദിച്ചു, ഏത് സാറിന്റെ പാട്ടാ പാടണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ ആ പ്രസംഗകനായ ആ ദൈവദാസൻ പറഞ്ഞത്, കേരളക്കരയിൽ ഒരു സാറേ ഉണ്ടായിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് സാറന്മാരാണെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ആ സാറ് KV സൈമൺ സാറായിരുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹത്തിന് KV സൈമൺ സാറിന്റെ പാട്ടുകൾ വളരെ ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെല്ലാം KV സൈമൺ സാറിന്റെ പാട്ടുകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആ CD-കളൊക്കെ ഇന്ന് വിപണിയിൽ വളരെ സുലഭമാണ്. ക്രൈസ്തവ സാഹിത്യ കൈരളിക്ക് അമരത്വം നേടിക്കൊടുത്ത വിശ്വമഹാപ്രതിഭയായിരുന്നു മഹാനായ KV സൈമൺ സാർ. കണ്ടാൽ ഒരു കൊച്ചു മനുഷ്യൻ. ഒരുപാട് വർഷം അദ്ദേഹത്തിന് ജീവിക്കുവാൻ, ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവം അവസരം കൊടുത്തില്ല. എന്നാൽ ദൈവം അനുവദിച്ച ആ ചെറു ആയുസ്, ആ കൊച്ചായുസ് ഇന്നും നമ്മുടെ പാഠപുസ്തകത്തിലൊക്കെ നോക്കുമ്പോൾ എത്ര മനോഹരമായ ഗാനങ്ങളാണ് അദ്ദേഹത്താൽ വിരചിതമായിട്ടുള്ളത്. ഒരിക്കൽ അദ്ദേഹവും തന്റെ സഹധർമ്മിണിയും ആരാധനയ്ക്ക് പോകാൻ ഇറങ്ങുമ്പോൾ താൻ തന്റെ ഭാര്യയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അല്പം കരിയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ അദ്ദേഹം അത് കണ്ടുകൊണ്ട് താൻ എഴുതിയ പാട്ടാണ്, ആ കലങ്ങൾക്കിടയിൽ നീ ആകുലയായി കിടന്നാലും നാഗനാഥൻ കടാക്ഷിക്കും നിന്റെ മേൽ, കാന്തൻ പ്രേമരസമത് ഭവതിയുടെ മനം ആശു തന്നിലൊഴിക്കവേ പരമാത്മ ചൈതന്യം ലഭിക്കുമാകയാൽ നീയും വാനലോകെ പറന്നേറും പ്രാവുപോൽ. എത്ര മനോഹരമായ വാക്കുകളാണ്. വാക്കുകൾ അന്തരീക്ഷത്തിൽ കോറിയിട്ടുകൊണ്ട് തന്റെ ആ വാക്കുകളുടെ, അക്ഷരങ്ങളുടെ അർത്ഥവ്യാപ്തി ഇന്നും നമുക്ക് മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. എങ്കിലും ആ പാട്ടുകൾ നമ്മൾ പാടി ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. മേലിലുള്ള യെരൂശലേമേ, കാലമെല്ലാം കഴിയുന്ന നാളിൽ എന്നെ ചേർക്കണേ നിൻ കൈകളിൽ നാഥ എന്നുള്ള ഗാനം നമുക്ക് അടുത്തതായിട്ട് നമുക്ക് പാടി കേൾക്കാം. മേലിലുള്ള യെരൂശലേമേ എന്നാരംഭിക്കുന്ന ഗാനം. കൃപയുടെ പരിശമനുദിനമനുഭവി പതിനരുളനെ സഭയാകുമീ പുഷ്പമാം സാധു നിന്റെ പാലനമൽ പാദി പൈകരിൽ. പരമാത്മ ചൈതന്യം ലഭിക്കും ആകയാൽ നീയും പാലലോകെ പരമേറും പ്രാവു. ആയിരമാ
ഗഗനതലമതു അനുജഗണനയുമതിശയിച്ചുയരും വിധൗ തവ ഭാഗ്യമായി വാഴ്ത്താനാവതോ സൗഖ്യം ദേശമെങ്കിലും ഉറപ്പാനാവിതോ. ആമണവരക്കെടുത്തു നീയണയും സമയത്തു ശ്രീമഹാരാജ്ഞി നിന്നെ കാണുവാൻ സ്വർഗ്ഗകാമിനി ഗണനമിവ കുതുകമുടാതരാലരികെ വരും അവ കൈകളെ താങ്ങം പിടിക്കും ഓദവാൻ നിത്യ സ്നേഹഭാവനത്തിനുള്ളിൽ സത്യമാതാവായിലെത്തി ഉത്തമേ നീ മാത്രമല്ലോ നിത്യനേശു ക്രിസ്തുരാജ നിന്നുമേ സർവദുഃഖവും നിജ തൃക്കടാക്ഷമതും മുഖം നഗലത്തത് തിടുമുൾപ്പനി വീറും പിതാവാണെന്നുമേ മമ സ്വർഗപിതാവിന്റെ നാമം ധന്യമേ. അഞ്ചാമത്തെ വയസ്സിൽ ഒരു ബാലൻ ഡിഫ്തീരിയ എന്ന രോഗം ബാധിച്ച് താൻ മരണക്കിടക്കയിലാണ്, മരണാസന്നനായി കിടക്കുകയാണ്. ആ സമയത്ത് തന്റെ അമ്മയുടെ സഹോദരൻ ദൈവത്തിന്റെ വചനം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം വായിച്ചുകൊണ്ടിരുന്ന വേദഭാഗം 91 സങ്കീർത്തനമാണ്. 91 സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗം നമുക്കറിയാം. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും, ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവനെ തൃപ്തിപ്പെടുത്തും. ആ ദൈവത്തിന്റെ വചനം വായിച്ച് വളരെ പെട്ടെന്ന് ഓടി തന്റെ സഹോദരിയുടെ ഭവനത്തിലേക്ക് വന്ന് കോളിംഗ് ബെല്ലടിച്ചു. സഹോദരി കതക് തുറന്നു. ആ സഹോദരൻ ഇപ്രകാരമാണ് പറഞ്ഞത്: നമ്മുടെ കുഞ്ഞ് ജീവിക്കാനായിട്ട് പോവുകയാണ്, അവൻ ഒരിക്കലും മരിക്കത്തില്ല എന്ന് പറഞ്ഞു. കാരണം എന്താണ്? ദൈവത്തിന്റെ വചനം അങ്ങനെ പറയുന്നു, ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. ആ കുഞ്ഞിന് വളരെ പെട്ടെന്ന് സൗഖ്യം പ്രാപിച്ചു. ആ കുഞ്ഞ് ജീവൻ പ്രാപിച്ചു. ആ കൊച്ചു പയ്യനാണ് പിന്നീട് ഇന്ന് ക്രൈസ്തവ ഗോളത്തിൽ ഏറ്റവും വലിയ വേദ പണ്ഡിതൻ എന്നറിയപ്പെടുന്ന വില്യം മാക്ഡൊണാൾഡ്. പ്രിയമുള്ളവരെ, ആ മാക്ഡൊണാൾഡിന് മാത്രമല്ല, നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മുടെ ജീവനാണ് വലിയവനായ കർത്താവ് എന്ന് പറയുന്നത്. അടുത്തത് ഒരു തമിഴ് ഗാനമാണ്. ഇത്രയും നേരം നമ്മൾ മലയാള ഗാനങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അടുത്തൊരു തമിഴ് ഗാനമാണ്. എൻ ഉയിരാണ് യേശു, എൻ ഉയിരോട് കലന്തിരേൻ, ഉയിരേ ഞാൻ ഉന്നെ തുതിപ്പേൻ, എൻ ഉയിരേ ഞാൻ ഉന്മേ തുതിപ്പേൻ എന്ന ഗാനം നമുക്കിപ്പോൾ കേൾക്കാം.
യേശു എന്നുയിരാണ് യേശു എന്നുയിരോട് കലർന്നീരുയിരേ ഞാൻ ഉമ്മൈ തുതിപ്പേ എന്നുയിരേ ഞാൻ ഉമ്മൈ തുതിപ്പേ. രാജാ
അനുഗ്രഹീതങ്ങളായ ഗാനങ്ങൾ ഇന്നും ശ്രമിക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അടുത്ത ഗാനം എം.എ. ചെറിയാൻ സാറിൻ്റെ അതിമനോഹരമായ ഒരു പ്രത്യാശ ഗീതമാണ്. കണ്ണുനീരില്ലാത്ത ഒരു വീടിനെ നോക്കിയാണ് നാം ഈ ലോകത്തിൽ കണ്ണുനീരോടും നെടുവീർപ്പോടും കൂടെ യാത്ര ചെയ്യുന്നത്. ഞാനൊരിക്കൽ എത്തുമെൻ്റെ നാട്ടിൽ, ഞാനൊരിക്കൽ എത്തുമുട്ടും കണ്ണീരില്ല വീട്ടിൽ. കണ്ണുനീരില്ലാത്ത വീട് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് അതെൻ്റെ പിതാവിൻ്റെ ഭവനം എന്നാണ്. അതെൻ്റെ പിതാവിൻ്റെ ഭവനം. ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്ത അവകാശമാണ് ആ ഭവനം. ദൈവമക്കളുടെ അവകാശമാണ്. അതിനുവേണ്ടി നാം അതിൻ്റെ അവകാശത്തിനായി വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നാം വീണ്ടും ജനിച്ചതുകൊണ്ട് തീർച്ചയായിട്ടും കണ്ണുനീരില്ലാത്ത ആ വീട്ടിലേക്ക് നമുക്ക് പ്രവേശനമുണ്ട്. അത് കർത്താവ് പറഞ്ഞതുപോലെ പിതാവിൻ്റെ ഭവനമാണ്. ആ ഭവനത്തിൽ നാം നിത്യകാലം വസിക്കും. അന്നുവരെയും എത്രയോ അല്ലലും ദുഃഖവും ഈ ലോകത്തിൽ നമുക്കുണ്ട്. ചെറിയൻ സാറിന്റെ ഈ പാട്ടിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടി അതിന്റെ ലാസ്റ്റ് സ്റ്റാൻസയാണ്. അല്ലിലും പകലിലും വൻ ശോധനകളുണ്ട്, അല്ലൽ എനിക്ക് ആരും അറിയാത്തവയെന്നുണ്ട്. അതെന്റെ ജീവിതത്തിൽ മാത്രമല്ല, ഇവിടെ കൂടിയിരിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ മറ്റാർക്കും അറിയാൻ കഴിയാത്ത അനേക അല്ലലുകൾ, അനേക ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ നമ്മെ അലട്ടുന്നുണ്ട്. എന്നാൽ അതെല്ലാം തീരും. കണ്ണുനീരില്ലാത്ത വീട്ടിൽ നാം ചേരും. ആ പ്രത്യാശയോടുകൂടെ നമുക്ക് ഈ ഗാനം ശ്രവിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.
വന്നതെല്ലാം തീർന്നിടും, കണ്ണുനീർ തോന്നിടും, അല്ലലെല്ലാം ഓടിടും, ഹല്ലേലൂയ പാടിടും, വിരുതുകൾ ഞാൻ നീണ്ടിടും, അല്ലലെല്ലാം ഓടിടും, ഹല്ലേലൂയ പാടിടും, വിരുതുകൾ ഞാൻ നീണ്ടിടും. ഞാനൊരിക്കൽ എത്തുമെന്റെ നാട്ടിൽ, ഞാനൊരിക്കൽ എത്തുമൊത്ത് കണ്ണീരില്ല വീട്ടിൽ, എന്റെ കർത്താവിന്റെ വീട്ടിൽ. ഞാനൊരിക്കൽ എത്തുമൊത്ത് കണ്ണീരില്ല വീട്ടിൽ, എന്റെ കർത്താവിന്റെ വീട്ടിൽ. ഈ വർഷത്തെ നമ്മുടെ കൺവെൻഷന്റെ ഏറ്റവും ഒടുവിലത്തെ ഗാനമാണ് ഇനി നാം ഒന്നിച്ച് പാടുവാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ഓർത്തതുപോലെ ചെമ്മന്തൂർ സഭയിലെ വിശ്വാസികൾ തന്നെയാണ് ഈ ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയത്. പ്രിയ ഡെന്നീസ്, അതുപോലെ സഹോദരൻ മോനി, ചെറി, അതുപോലെ ചെമ്മന്തൂർ സഭയിലെ കുഞ്ഞുങ്ങൾ, യുവതികൾ, ഇവര് ഈ കാര്യത്തിൽ കഴിഞ്ഞ വളരെ നാളുകളായിട്ട് പരിശ്രമിച്ചാണ് ഇത്രയും നന്നായിട്ട് അവർക്ക് ഇവിടെ പാടുവാനായിട്ട് കഴിഞ്ഞത്. അവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വരുന്ന ആളുകളിലും കർത്താവ് അവരെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത ഗാനം നമുക്ക് ഒരുമിച്ച് പാടാം. അടുത്ത ഗാനം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഗാനമാണ്, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കുക എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട ഗാനം. ഈ ഗാനം കേൾക്കുന്ന മാത്രയിൽ തന്നെ നമുക്കറിയാം നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടി നാം കൂടുതൽ വിശുദ്ധിയുള്ളവരായിട്ട് ജീവിക്കേണ്ടതിന്റെ ആവശ്യകത. ഈ ഗാനം ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലെ അതിമനോഹരമായ ഒരു സംഭവമാണ്. യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമൊത്ത് പെസഹ ആചരിക്കുമ്പോൾ അവിടെ നാം വായിക്കുന്നുണ്ട്, കർത്താവ് തൻ്റെ അരയിൽ തൂർത്ത് ചുറ്റി തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകുകയാണ്. എന്നിട്ട് തൂർത്തുകൊണ്ട് കാലിങ്ങനെ അവരുടെ കാലുകളെ തുടയ്ക്കുകയാണ്. പത്രോസിന്റെ അടുത്ത് ചെല്ലുമ്പോൾ പത്രോസ് പറയുകയാണ്, ഇല്ല കർത്താവേ വേണ്ട. അപ്പോൾ കർത്താവ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് നീയുമായിട്ട് കൂട്ടായ്മയില്ല. അടുത്ത് നമ്മൾ വായിക്കുന്നത് പത്രോസ് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ കർത്താവേ നീ എന്നെ മുഴുവനും കഴുകണമേ എന്നാണ് പറയുന്നത്. എന്നാൽ കർത്താവിന് മറുപടി പറയുന്നത് മനോഹരമാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, കുളിച്ചിരിക്കുന്നവന് ഇനി കാൽ കഴുകേണ്ട ആവശ്യമേ ഉള്ളൂ എന്ന് നമ്മൾ വായിക്കുന്നു. അതാണ് വിശ്വാസികളെ സംബന്ധിച്ച് ആവശ്യമായിരിക്കുന്ന പ്രോഗ്രസീവ് സാന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. കുളിച്ചിരിക്കുന്നവൻ എന്നവിടെ പറഞ്ഞിരിക്കുന്നത് നാം രക്ഷിക്കപ്പെട്ടതിനെ കുറിച്ചാണ്. എന്നാൽ കുളിച്ചിരിക്കുന്നവന്, രക്ഷിക്കപ്പെട്ടവന് ഓരോ ദിവസവും വിശുദ്ധീകരണത്തിന്റെ എത്രയോ ആവശ്യമുണ്ട്. അവിടെ യഥാർത്ഥത്തിൽ ഒരു ഹോളി വാക്ക് എന്നുള്ള വിഷയമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓരോ ദിവസവും എത്രമാത്രം വിശുദ്ധിയോടുകൂടെ ദൈവമക്കൾ മുന്നേറേണ്ടതായിട്ടുണ്ട്. പഴയ നിയമത്തിലും അതിന് നല്ലൊരു ഉദാഹരണമാണ്. ഈ പുരോഹിതന്മാരെ അഭിഷേകം ചെയ്യുമ്പോൾ ആദ്യം അവരെ കഴുകും എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ഓരോ ദിവസത്തെയും ശുശ്രൂഷയ്ക്ക് വേണ്ടി അവരുടെ കാലുകളെയും കൈകളെയും കഴുകാനായിട്ട് താമ്രത്തൊട്ടിയിൽ വെള്ളമുണ്ടായിരുന്നു. അപ്പൊ കർത്താവിന് വേണ്ടി നാം ഓരോ ദിവസവും കർത്താവിനെ നാം ശുശ്രൂഷിക്കുമ്പോൾ, സേവിക്കുമ്പോൾ എത്രമാത്രം വിശുദ്ധി ഓരോ ദിവസവും ആവശ്യമുണ്ട്. അത് നാം മനസ്സിലാക്കി ഇന്ന് ഈ പ്രാവശ്യത്തെ നമ്മുടെ കൺവെൻഷന്റെ വചനങ്ങളെല്ലാം വരുന്ന ദിവസങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ കൂടുതൽ വിശുദ്ധിയോടുകൂടെ മുന്നേറുവാൻ നമുക്കിടയാകട്ടെ. അങ്ങനെ കർത്താവിന്റെ വരവിനെ നമുക്കൊന്നുകൂടെ ധൃതിയിൽ കർത്താവിനോട് വേഗം വരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ മുന്നേറാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കരങ്ങളെ അടിച്ച് വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കുക എന്നുള്ള ഗാനം പാടാം. യുദ്ധങ്ങൾ
രാജ്യങ്ങളോടത്ത് മുഴങ്ങിയെന്നു ഒരുങ്ങീടാം. മേഘാരൂഢനായി വന്നിടുമേ 10,000 പേരും സുന്ദരത്താൽ. മേഘാരൂഢനായി വന്നിടുമേ 10,000 പേരും സുന്ദരത്താൽ. തന്റെ കോമാരൂപങ്ങൾ ആനന്ദിത്താൽ ഒരുങ്ങീടാം. തന്റെ കോമാരൂപങ്ങൾ ആനന്ദിത്താൽ ഒരുങ്ങീടാം. മാലിന്യപ്പെട്ടിടലോടിടുക മണവാളൻ വരാവേറ്റം അടുത്തുപോയി. മാലിന്യപ്പെട്ടിടലോടിടുക മണവാളൻ വരാവേറ്റം അടുത്തുപോയി. മണിയറയിൽ പോയി നാം ആശ്വസിപ്പാൻ ഒരുങ്ങീടാം. മണിയറയിൽ പോയി നാം ആശ്വസിപ്പാൻ ഒരുങ്ങീടാം. വിശുദ്ധി